NSS ഡയറക്ടർ ബോർഡ് അംഗത്വത്തിൽ നിന്ന് മുൻമന്ത്രി ഗണേഷ് കുമാറിനെ മാറ്റി. NSS ബജറ്റ് സമ്മേളനത്തിലാണ് തീരുമാനം. പത്തനാപുരത്തെ താലൂക്ക് യൂണിയൻ വിഷയത്തെ തുടർന്നാണ് അംഗത്വം പുതുക്കി നൽകാതിരുന്നത്. ജനാധിപത്യ തീരുമാനമല്ലെന്ന് KB ഗണേഷ് കുമാർ പ്രതികരിച്ചു. തനിക്കെതിരെ പ്രതികരിക്കുന്നവരുടെ അഡ്രസ് ഉണ്ടാകില്ലെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. പത്തനാപുരത്തെ പത്മ കഫയുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിനെതിരെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. അംഗങ്ങൾക്കിടയിലെ തർക്കം താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നതിലേക്ക് എത്തി. ഇതിനെ തുടർന്നാണ് ഗണേഷ് കുമാറിനെ ഡയറക്ടർ ബോർഡ് അംഗത്വത്തിൽ നിന്നും മാറ്റിയത്. G സുകുമാരൻ നായർ പങ്കെടുത്ത ബജറ്റ് സമ്മേളനത്തിലാണ് നിർണായക തീരുമാനം. 8 പേരുടെ കാലാവധി നീട്ടി നൽകിയപ്പോഴാണ് ഗണേഷ് കുമാറിനെ മാത്രം ഒഴിവാക്കിയത്. പിന്നാലെ അതൃപ്തി പരസ്യമാക്കി ഗണേഷ് കുമാർ. എനിക്ക് 12 പേര് എന്റെ പിന്തുണയുള്ള പേപ്പറിന്റെ ഇരിപ്പുണ്ട്. അവർ വേണമെങ്കിൽ അവർ ആധാർ കോപ്പിയും തരാം, വേണമെങ്കിൽ അവരെ ഹാജരാക്കിയും കാണും. എന്റെ അപ്പൂപ്പന്റെ കാലം, ഒന്നത്താചാര്യന്റെ കാലം മുതൽ, എന്റെ അപ്പൂപ്പന്റെ കാലം മുതൽ NSSുമായി നല്ല ബന്ധമാണ്. എനിക്ക് എന്നും നല്ല ബന്ധമാണ്, ഇനിയും നല്ല ബന്ധമായിരിക്കും. നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. ഞാൻ ജനറൽ സെക്രട്ടറിയുടെ കൂടെയുണ്ട്. ഈ നിമിഷം അദ്ദേഹത്തിനെ കണ്ട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇത് അവിടെ ഒരു ജനാധിപത്യം ഉണ്ടായില്ല എന്നുള്ളത് ശരിയാണ്. 12 പേരുടെ പിന്തുണയുണ്ടെന്ന് ഗണേഷ് കുമാർ അവകാശപ്പെടുമ്പോൾ അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. തനിക്കെതിരെ പ്രതികരിക്കുന്നവരുടെ അഡ്രസ് ഉണ്ടാകില്ലെന്നും G സുകുമാരൻ നായർ. ജനറൽ സെക്രട്ടറി അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തരും തള്ളി പറഞ്ഞ അവന്റെ അഡ്രസ് കാണുകയല്ലേ. ഞങ്ങൾക്ക് ഇത് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന വേറെ കിട്ടാതിരിക്കുന്ന ആളുകൾ കൊടുക്കണ്ടേ. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. എന്താ കേസ് കൊടുക്കാത്ത? ഗണേഷ് കുമാറിനെ ഒഴിവാക്കിയതിന് പിന്നാലെ NSS പത്തനാപുരം താലൂക്ക് യൂണിയനിൽ അംഗങ്ങൾ ലഡു വിതരണം ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം NSSുകാർ തനിക്ക് വോട്ട് ചെയ്തില്ലെന്ന ആരോപണവും ഗണേഷ് കുമാർ ഉന്നയിക്കുന്നുണ്ട്. വിമർശനങ്ങൾ ജനറൽ സെക്രട്ടറിക്കെതിരെയല്ലെന്ന് പറയുമ്പോഴും നേതൃത്വവുമായി ഗണേഷ് കുമാർ അകന്നുവെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. മുഖ്യമന്ത്രി VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് 2 തവണ സമയം തേടിയിട്ടും അനുവദിച്ചില്ലെന്ന് G സുകുമാരൻ നായർ. VD സതീശൻ അഹങ്കാരിയെന്നും കാലു പിടിക്കാനില്ലെന്നും G സുകുമാരൻ നായർ പറഞ്ഞു. ഇൻകം ടാക്സ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിവേദനം നൽകാനാണ് സമയം ചോദിച്ചതെന്നും G സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.